നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിൽ 24 കോച്ചുള്ള ട്രെയിനുകൾക്കും നിർത്താവുന്ന വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നു. ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലേക്കും ദീർഘദൂര ട്രെയിനുകൾ നീട്ടാനാകും. പണമില്ലാത്തതിന്റെ പേരിൽ പെൺകുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സാമ്പത്തികമായി പിന്തുണ നൽകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളതെന്ന് ആര്യടൻ ഷൌക്കത്ത് MLA. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴിക്കട ഫോറസ്റ്റ് സെക്ഷനുമായി സഹകരിച്ച് നാടുകാണി ചുരം മേഖലയിൽ വിത്തുകൾ എറിഞ്ഞു. മാവ്, ഞാവൽ, പന, ഉങ്ങ്, കണിക്കൊന്ന തുടങ്ങി വിവിധ ഇനം സസ്യങ്ങളുടെ വിത്തുകളാണ് പൊതികളായും അല്ലാതെയും കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ എറിഞ്ഞത്. ഗോത്രവിഭാഗം വിദ്യാർത്ഥികളുടെ മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി SFI. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ലഹരി സംഘങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാൻ നിലമ്പൂർ പോലീസ് പരിശോധന ശക്തമാക്കി. 3 കേസുകളിലായി 8 പേർ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. വാർത്തകൾ വിശദമായി. അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിൽ 24 കോച്ചുള്ള ട്രെയിനുകൾക്കും നിർത്താവുന്ന വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നു. ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലേക്കും ദീർഘദൂര ട്രെയിനുകൾ നീട്ടാനാകും. ഇരു സ്റ്റേഷനുകളിലെയും യാർഡ് നവീകരണത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ET മുഹമ്മദ് ബഷീർ MP അറിയിച്ചു. അങ്ങാടിപ്പുറത്ത് 10.51 കോടിയുടെയും വാണിയമ്പലത്ത് 6.83 കോടിയുടെയും നവീകരണത്തിനാണ് അനുമതി. നിലവിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ 16 കോച്ചുകളും രണ്ടാമത്തേതിൽ 14 കോച്ചുകളും നിർത്തുവാനുള്ള ശേഷിയാണുള്ളത്. വാണിയമ്പലത്ത് 2 പ്ലാറ്റ്ഫോമുകളിലും 18 കോച്ചുകൾ വരെ നിർത്തുവാൻ നീളമുണ്ട്. ഇതാണ് 24 കോച്ച് വരെ നിർത്താവുന്ന രീതിയിൽ വികസിപ്പിക്കുക. ദീർഘകാലമായി ഈ റൂട്ടിലെ യാത്രക്കാരുടെ ആവശ്യത്തിന് കൂടിയാണ് ഇതോടെ പരിഹാരമാവുക. ഇതിനുശേഷം ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടിയാൽ അത് മലബാർ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഏറെ ആശ്വാസമാകും. നിലമ്പൂരിൽ നിന്നും നഞ്ചൻകോട്, മൈസൂരു റൂട്ടിലേക്ക് നീട്ടുവാൻ പ്രതീക്ഷിക്കുന്ന പാതയിലേക്ക് കൂടിയാണ് പ്ലാറ്റ്ഫോം വികസനം കണ്ണുനട്ടിരിക്കുന്നത്. ദീർഘദൂര ട്രെയിനുകൾ ഓടിക്കുവാനുള്ള പാതയിലെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുകയാണ്. വൈദ്യുതീകരണം, കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ 24 കോച്ചുകൾ നിർത്താവുന്ന പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനുകൾ കൂടി ഒരുങ്ങുന്നത്. പാത നീട്ടുവാനുള്ള നടപടികൾ ഇഴയുകയാണെങ്കിലും തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുക്കും. നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കും മറ്റുമുള്ള ദീർഘദൂര ട്രെയിനുകൾ ഈ പാതയിലൂടെയും സർവീസ് ആരംഭിക്കുവാൻ വലിയ പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനുകൾ സഹായകമാകും. പണമില്ലാത്തതിന്റെ പേരിൽ പെൺകുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സാമ്പത്തികമായി പിന്തുണ നൽകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളതെന്ന് ആര്യടൻ ഷൌക്കത്ത് MLA. കരുളായിയിൽ ജനശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവാർഡ് കിട്ടുന്നവർക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ചെറുപ്പത്തിൽ നമുക്ക് LSS ഒക്കെ പാസ്സായി, അത് പാസ്സായി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ചെറിയ സ്കോളർഷിപ്പ് ആണെങ്കിലും ചെറിയ അവാർഡാണെങ്കിലും അതവരുടെ ജീവിതത്തിൽ അവർക്ക് ഓർത്തിരിക്കുന്നതായിരിക്കും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കോളേജ് പഠിച്ചത് കോളേജ് ജീവിതത്തെക്കാളും എനിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് എൻ്റെ സ്കൂൾ കാലം. ചെറുപ്പത്തിൽ ഇപ്പോ എനിക്ക് കുറെ സിനിമയുടെ അവാർഡും പഞ്ചായത്തിനൊക്കെ അവാർഡൊക്കെ കിട്ടി. ആ അവാർഡുകളൊക്കെ വയ്ക്കുന്നതിനിടയിൽ എൻ്റെ ഇരട്ടക്കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ അവർക്ക് കിട്ടിയ ഈ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കിട്ടുന്ന അവാർഡുണ്ട്. അത് വാങ്ങി ആകെ വലിപ്പുള്ളൂ സാധനം. പക്ഷെ അവർക്ക് നിർബന്ധമായിട്ട് അവർക്ക് ഷോക്കേസ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം
1000 രൂപ ഇന്ദിരാ ഗ്യാരണ്ടി അനുവദിച്ചത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസവും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഉണർവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടി സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. ടി അനിൽ അധ്യക്ഷത വഹിച്ചു. കരളായി പഞ്ചായത്തിൽ നിന്നും LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ മുണ്ടോടൻ റഹ്മാനെയും MLA ആദരിച്ചു. N ഷൈബു, EK ഉസ്മാൻ, CV വർഗീസ്, അനീഷ് കരുളായി, കബീർ മുണ്ടോടൻ, K സുരേന്ദ്രൻ, TS ഷാനവാസ്, P അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴിക്കടവ് ഫോറസ്റ്റ് സെക്ഷനുമായി സഹകരിച്ച് നാടുകാണി ചുരം മേഖലയിൽ വിത്തുകൾ എറിഞ്ഞു. മാവ്, ഞാവൽ, പന, ഉങ്ങ്, കണിക്കൊന്ന തുടങ്ങിയ വിവിധ ഇനം സസ്യങ്ങളുടെ വിത്തുകളാണ് പൊതികളായും അല്ലാതെയും കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ എറിഞ്ഞത്. വനം വിഭവസമൃദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വനം വകുപ്പുമായി ചേർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വനത്തിൽ വിത്തെറിയൽ. നമ്മുടെ നാട്ടിലുള്ള അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളുടെയും തൈയിൻ്റെ ഒരു ശേഖരം വനത്തിലെങ്കിലും ഉണ്ടാവട്ടെ. ഭാവിയിൽ കാട്ടുമൃഗങ്ങൾക്കും മനുഷ്യർക്കും നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിജീവിച്ചുണ്ടാവാനുള്ള ഒരു അവസരം ഈ വിത്തുകൾക്കൊക്കെ നൽകുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. വഴിക്കടവ് സെക്ഷൻ സ്റ്റേഷൻ ഓഫീസർമാരായ KR രാജേഷ്, PM അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി പ്രവർത്തകനായ അഡ്വക്കേറ്റ് സജറുദ്ദീൻ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആനമറി വാർഡ് മെമ്പർ ഗോപി K, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുഭാഷിണി P, ഷിജിനി വട്ടകച്ചേരി എന്നിവരും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ സെക്രട്ടറി ബാലഭാസ്കരൻ C, പരിസ്ഥിതി കൺവീനർ രാജേന്ദ്രൻ K, കൃഷ്ണകുമാർ KV, ഹംസ മാസ്റ്റർ, വഴിക്കടവ് യൂണിറ്റ് സെക്രട്ടറി ഷാജി OS, മുജീബ് തുറക്കൽ, ഉമ്മർ നേവാദിക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വനസംരക്ഷണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ചുരം ശുചീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്ന് കൂട്ടായ്മ അറിയിച്ചു. ഗോത്രവിഭാഗം വിദ്യാർത്ഥികളുടെ മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി SFI. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി നിലമ്പൂരിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് M സുജിത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിൽപ്പെട്ട നിരവധിയായി വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യമാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ നല്ല സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കപ്പെടുന്ന ആളുകളല്ല. അവരെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ആ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അവർക്ക് സാമൂഹികമായ മാറ്റവും ജീവിത നിലവാരം മെച്ചപ്പെടുന്ന സാഹചര്യവും ആ രീതിയിൽ നല്ല തൊഴിലുമായിക്കൊണ്ട് അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അധികാരികളായിരിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത്. ഇവിടെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? 400-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ, ആ സ്കൂളിൽ ഇത്തവണ അഡ്മിഷൻ എടുത്ത ആളുകളുടെ എണ്ണം എന്നുള്ളത് 26 വിദ്യാർത്ഥികൾ മാത്രമാണ് അഡ്മിഷൻ എടുത്തത്. ആ അഡ്മിഷൻ എടുത്തത് ആ കുട്ടികളാരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പഠിക്കാൻ പോയവരല്ല, മറിച്ച് 400-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ ഇത്തവണത്തെ അധ്യയന വർഷം പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി പോലും ആ പ്രവേശനോത്സവത്തിന് വന്നില്ല. പ്രവേശനോത്സവത്തിന് ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് 26 വിദ്യാർത്ഥികൾ ആകെ എത്തിയത്. എങ്ങനെ ഈ രീതിയിലേക്ക് വരുന്നത്? ഇവിടെയാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് മെന്റർമാരെ നിയോഗിക്കപ്പെടുന്നത്. എന്തിനാണ് ആ മെന്റർമാരെ നിയോഗിക്കപ്പെടുന്നത്? ഇവരെ വീടുകളിൽ പോയി കണ്ട് സംസാരിച്ച് അവരെ സ്കൂളുകളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മെന്റർമാർക്ക് ഉണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ഗോകുൽ ഏലംകുളം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡാനിഷ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KV അദ്നാൻ, ജില്ലാ കമ്മിറ്റി അംഗം സുജീഷ്, ഋതുനന്ദ, ഫഹ്മ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി സംഘങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാൻ നിലമ്പൂർ പോലീസ് പരിശോധന ശക്തമാക്കി. 3 കേസുകളിലായി 8 പേർ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി.
നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ, പൊതുയിടങ്ങൾ, വിദ്യാലയ പരിസരങ്ങൾ, ലഹരി സംഘങ്ങൾ സജീവമായ ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടക്കുന്നത്. നാടുകാണി ചുരം വഴിയും ട്രെയിൻ മാർഗവും മയിലാടിപ്പാലം വഴിയും ലഹരി സാധനങ്ങൾ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. നാടിനെ ലഹരി മുക്തമാക്കുക എന്ന ഉദ്ദേശവുമായാണ് ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചിട്ടുള്ളത്. വനം പരിസ്ഥിതി ആരോഗ്യ സംരക്ഷണ സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടക്കുന്ന് റണ്ണേഴ്സ് വഴിക്കടവ് മുതൽ നാടുകാണി 20 കിലോമീറ്റർ മൗണ്ടൻ പാസ് റൺ ചലഞ്ച് നടത്തി. വനം പരിസ്ഥിതി ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോട്ടക്കുന്ന് ഫാൽക്കൻസ് ക്ലബ് സെക്രട്ടറി അലവി മാടമ്പി ക്ലാസ് എടുത്തു. പല ഗുണങ്ങളും വനങ്ങൾ കൊണ്ടുണ്ട്. വനം ഇല്ലാത്ത ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വനനശീകരണം വന്നാൽ ഇവിടെ ജലക്ഷാമം ഉണ്ടാവും, അതേപോലെ മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം ഉണ്ടാവും, പിന്നെ ഭൂമിയിൽ വായു കുറഞ്ഞു പോകും. അതായത് ഓക്സിജൻ, വനം എന്ന് പറഞ്ഞാൽ ഒരു മരം 4 പേർക്ക് ഓക്സിജൻ നൽകുന്നുണ്ടെന്ന്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വിഷവായുവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ മരങ്ങൾ വലിച്ചെടുത്തിട്ട് ഈ നമ്മുടെ വായു ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ഫാൽക്കൻസ് ക്ലബ് അംഗങ്ങളായ നസീം കൊന്നോല, അബു അമിപ്പടി, സവാദ് കിളിയമണ്ണിൽ, മുഹസിൻ ഇരുമ്പുഴി, റഫീഖ് തയ്യിൽ, ഷബീർ മുല്ലപ്പള്ളി, റഹ്മാൻ കുറുവ, MRC അംഗങ്ങളായ ജഫർ പറമ്പൻ, നാസീം ആനപ്പടിക്കൽ, റിയാസ് തറയിൽ, മുജീബ് മക്കരപ്പറമ്പ് എന്നിവരും മറ്റും റൺ ചലഞ്ചിൽ പങ്കെടുത്തു. ജിദ്ദയിലെ പ്രവാസികളായ മമ്പാട് പഞ്ചായത്ത് നിവാസികളുടെ കൂട്ടായ്മ മമ്പാട് വെൽഫെയർ ഫോറം ജിദ്ദ മമ്പാടിന്റെ രക്ഷാപ്രവർത്തകനും കാവലാളുമായ ഷഹബാൻ മമ്പാടിന് ജിദ്ദയിലെ സുമനസ്സുകളായ മമ്പാട്ടുകാരുടെ സഹായത്തോടെ ഓഫ് റോഡ് ബൈക്ക് സമർപ്പിച്ചു. മമ്പാട്ടങ്ങാടിയിൽ KPS കോംപ്ലക്സ് അങ്കണത്തിൽ നടന്ന പരിപാടി മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീര കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. മമ്പാട് വെൽഫെയർ ഫോറം ജിദ്ദയുടെ മുഖ്യ രക്ഷാധികാരി നിസാം മമ്പാട് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ കരീം പുന്നപ്പാല, KP റഹ്മത്തുള്ള, ആസിഫ്, വെൽഫെയർ ഫോറം മുൻ രക്ഷാധികാരി ഖാലിദ് മേപ്പാടം, മുൻ പ്രസിഡന്റ് PK റസാഖ് എന്നിവർ സംസാരിച്ചു. വെൽഫെയർ ഫോറം രക്ഷാധികാരി ഗഫൂർ കാഞ്ഞിരാല സ്വാഗതവും ട്രഷറർ ഹാഫിസ് ആരോളി സ്വാഗതവും പറഞ്ഞു. ഓഫ് റോഡ് ബൈക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഷഹബാൻ മമ്പാടിന് സമർപ്പിച്ചു. ഷഹബാൻ മമ്പാട് മറുപടി പ്രസംഗം നടത്തി. എഴുത്തുകാരി ജെസി കാരാടിന്റെ കഥാസമാഹാരമായ മെനു കാർഡില്ലാത്തത് പ്രകാശന ചടങ്ങും കവിയരങ്ങും ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. BRC ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഗീത പുസ്തകം UKB നിലമ്പൂരിന് നൽകി പ്രകാശനം ചെയ്തു. K. വിഷ്ണുനാരായണൻ അധ്യക്ഷത വഹിച്ചു. വിജീഷ് പരവരി പുസ്തക പരിചയം നടത്തി. T. ശിവൻകുട്ടി മുഖ്യ സന്ദേശം നൽകി. NA വിനയ, പ്രസന്ന പാർവതി, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു, NN സുരേന്ദ്രൻ, കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവടി, BRC കോർഡിനേറ്റർ ജയൻ, A. സിദ്ദിഖ് ഹസൻ, അസീസ് കുറ്റീരി, ഫൂലൻ ദേവി തുടങ്ങിയവർ സംസാരിച്ചു. ജെസി കാരാട് വിരമിക്കലിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ വിതരണം NA വിനയ നിലമ്പൂർ മോഡൽ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ A. സിദ്ദിഖ് ഹസന് നൽകി നിർവഹിച്ചു. മൂത്തേടം പഞ്ചായത്തിലെ MMLP കൽക്കുളം സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഹരിത കർമ്മസേനാംഗങ്ങളായ ഉഷ, സുഭദ്ര എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ മൂത്തേടം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ കൊരമ്പയിൽ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. വാർഡ് മെമ്പർ VP ബഷീർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മൽ പുതിയറ പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി. PTA പ്രസിഡന്റ് ശ്രീദേവി, സ്കൂൾ മാനേജർ ബിപിൻ M, മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു. മിനി ടീച്ചർ നന്ദി അറിയിച്ചു. തുടർന്ന് കുട്ടികളും പ്രധാനാധ്യാപകൻ പ്രജീഷും ചേർന്ന് സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്തും മമ്പാട് കൃഷിഭവനും ചേർന്ന് മമ്പാട് പഞ്ചായത്ത് തല തൈനടിയിൽ ഉദ്ഘാടനം മമ്പാട് AMUP സ്കൂളിൽ വെച്ച് നടന്നു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയും മമ്പാട് കൃഷി ഓഫീസർ ലെനീഷയും ചേർന്ന് തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ മുബീന ചോലയിൽ, പഞ്ചായത്ത് മെമ്പർമാരായ അഷ്റഫ് ടാണ, യു രാജേഷ്, അധ്യാപക പ്രതിനിധികളായ സുബി ടീച്ചർ, ബിനു ടീച്ചർ, സുലേഖ ടീച്ചർ, സബന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ അരുൺ കക്കടത്ത് സ്വാഗതവും നജ്മുദ്ദീൻ മാസ്റ്റർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. വടപുറം ലോതേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാലയുടെ നേതൃത്വത്തിൽ വടപുറം പ്രദേശത്തെ SSLC, +2, LSS, USS വിജയികളെ ആദരിച്ചു. ചടങ്ങ് മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു.
വാർഡ് മെമ്പർ ഷാജി കുഞ്ഞാറ്റ, താളിപ്പൊയിൽ മെമ്പർ PK നബീൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MP സലീം, മൻസൂർ MU, സിദ്ദിഖ് അലി, നാസർ കാരാട്ട്, ഷഫീഖ് ബാബു P, റിയാസ് മഗര, ജുറൈജ് K എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ ബാബു അത്തിമണ്ണിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VT നാസർ സ്വാഗതവും MUB നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് സെക്രട്ടറി T ഷാജു ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.